ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയാണ് മേനക. മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിലും മേനക കയ്യടി നേടിയിട്ടുണ്ട്. നിർമ്മാതാവ് സുരേഷാണ് മേനകയുടെ ഭർത്താവ്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. മേനകയുടെയും സുരേഷ് കുമാറിന്റെയും വിവാഹത്തിന് മമ്മൂട്ടി എതിരായിരുന്നു എന്ന് ഒരിക്കൽ മേനക പറഞ്ഞിട്ടുണ്ട്. സുരേഷുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറാൻ മമ്മൂട്ടി തന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് മേനക പറഞ്ഞത്. ഒരിക്കൽ അമൃത ടിവിയിലെ ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ആ സംഭവത്തെക്കുറിച്ച് മേനക സംസാരിച്ചത്. തന്റെയും സുരേഷ് കുമാറിന്റെയും കുടുംബ പശ്ചാത്തലം തീർത്തും വ്യത്യസ്തമാണെന്നതാണ് മമ്മൂട്ടി ആ ബന്ധത്തെ എതിർക്കാൻ കാരണമെന്നാണ് മേനക പറഞ്ഞത്. ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവം. ആ സമയം ഞങ്ങൾ കടുത്ത പ്രണയത്തിലായിരുന്നു. അന്ന് മൊബൈലൊന്നുമില്ല. ക്ലൈമാക്സ് ചിത്രീകരണം നടക്കുകയാണ്. റിഹേഴ്സലിനിടെ റിസപ്ഷനിൽ നിന്നും ഫോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും പൊയ്ക്കോളാൻ പറഞ്ഞു. അവർക്കെല്ലാം അറിയാം. പോയി ഫോൺ എടുക്കുമ്പോൾ പറഞ്ഞത്, ഞാൻ മൂകാംബികയിൽ പോവുകയാണ്, 4 ദിവസം കഴിഞ്ഞേ വരൂ, വിളിച്ചില്ലെന്ന് കരുതി വിഷമിക്കരുത് എന്നാണ്. ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു, മേനക പറയുന്നു. മുകളിൽ ചെല്ലുമ്പോൾ മമ്മൂക്ക കിടക്കുകയാണ്. അവനായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. കൊച്ചേ, ഞാനൊരു കാര്യം പറയാം. നീ ബ്രാഹ്മൺ കുടുംബമാണ്. നിങ്ങളുടെ രീതി വേറെയാണ്. എനിക്ക് അവനെ അറിയാം. എനിക്ക് അറിയാവുന്ന കുടുംബമാണ്. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല. നിന്റെ നന്മയ്ക്കും അവന്റെ നന്മയ്ക്കും വേണ്ടിയാണ് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്ലിസറിനിട്, നമുക്ക് ഡയലോഗ് പറഞ്ഞ് ചാകാം, എന്നിട്ടാകാം ബാക്കിയെന്ന് ഞാൻ പറഞ്ഞു. നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്, സീരിയസ് ആയിട്ട് പറയുന്നതാണെന്നൊക്കെ മമ്മൂക്ക പറഞ്ഞു. ഭയങ്കര സ്നേഹമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ നന്നായി ജീവിച്ചു കാണിക്കും പോരെ എന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. ഇപ്പോൾ മമ്മൂക്ക വളരെ സന്തുഷ്ടനാണ്. അവൾ എന്നെ വെല്ലുവിളിച്ചതാണെന്ന് സുരേഷ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ അവൾ സാധിച്ചു കാണിച്ചു തന്നു എന്ന് പറഞ്ഞതായി സുരേഷ് ഏട്ടൻ പറഞ്ഞു എന്നും താരം ഓർക്കുന്നുണ്ട്. 1987 മേനകയും സുരേഷും വിവാഹം കഴിക്കുന്നത്. 2 മക്കളാണ് ഇവർക്കുള്ളത്. മകൾ കീർത്തി സുരേഷ് ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.